സ്വവർഗരതി നിയമവിധേയമാക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി. സ്വവർഗരതി ക്രിമിനൽ കുറ്റമാകുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 377 വകുപ്പ് സുപ്രീം കോടതി റദ്ദാക്കി. കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ് ചരിത്രപരമായ വിധി പുറപ്പെടുവിച്ചത്. സ്വവർഗരതി ക്രിമിനൽ കുറ്റമാകുന്ന IPC 377 വകുപ്പിനെതിരെ പ്രമുഖ നർത്തകൻ നവജോത് ജോഹർ, മാധ്യമപ്രവർത്തകനായ സുനിൽ മെഹ്റ തുടങ്ങിയവർ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ വിധിയുണ്ടായിരിക്കുന്നത്. 1861 കൊളോണിയൽ ഭരണകൂടമാണ് ഈ സ്വവർഗരതി കുറ്റകരമാക്കിക്കൊണ്ടുള്ള നിയമം കൊണ്ടുവന്നത്. 150 വർഷത്തിലധികം പഴക്കമുള്ള 377 വകുപ്പ് എടുത്തു കളയണമെന്ന് നിയമ കമ്മീഷന്റെ 172 റിപ്പോർട്ടും ശുപാർശ ചെയ്തിരുന്നു. സ്വവർഗരതി നിയമവിധേയമാക്കുന്ന പ്രഖ്യാപനങ്ങൾ രാജ്യാന്തര തലത്തിൽ വൻ ശ്രദ്ധ നേടുമെന്നതിൽ ഇന്നത്തെ വിധിക്ക് വളരെയധികം പ്രാധാന്യമാണുള്ളത്. 377 വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടുന്നയാൾക്ക് 10 വർഷം വരെ തടവ് അനുഭവിക്കണം. 2009 സ്വവർഗരതി ക്രിമിനൽ കുറ്റമല്ലാതാക്കിക്കൊണ്ടുള്ള ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് 2013 സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. നിയമങ്ങൾ റദ്ദാക്കുന്നത് പാർലമെന്റിന്റെ ജോലിയാണെന്നായിരുന്നു അന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. 377 വകുപ്പ് റദ്ദാക്കണോ വേണ്ടയോ എന്നതിൽ ഭരണഘടനാ ബെഞ്ച് ഉചിതമായ തീരുമാനമെടുക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം. സുപ്രീം കോടതിയുടെ വിധി എന്തായാലും അത് അംഗീകരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അന്ന് കോടതിയിൽ അറിയിച്ചത്. ലിംഗഭേദമില്ലാതെ പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് കേസിൽ വാദം തുടരുന്നതിനിടെ സുപ്രീം കോടതി പരാമർശം നടത്തിയിരുന്നു. IPC 377 വകുപ്പ് മൗലിക അവകാശത്തിന്റെ ലംഘനമാണെന്നാണ് ഹർജിക്കാരുടെ വാദം. 377 വകുപ്പ് റദ്ദാക്കണോ വേണ്ടയോ എന്നതിൽ പാർലമെന്റാണ് തീരുമാനമെടുക്കേണ്ടത് എന്നായിരുന്നു ഹർജിക്കാരെ എതിർത്തുകൊണ്ട് ക്രൈസ്തവ സംഘടനകൾ വാദിച്ചത്. ഒറ്റ വിധിക്ക് പകരം വ്യത്യസ്തമായ വിധികളാണ് കോടതിയിൽ നിന്ന് ഉണ്ടായത്. വിധി പ്രസ്താവന തുടങ്ങിയപ്പോൾ തന്നെ 37 വകുപ്പ് റദ്ദാക്കുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു. ഞാൻ എന്താണോ അത് തന്നെയാണ് മരിക്കുന്നത് വരെയും. ഭയപ്പാടില്ലാതെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും വേണമെന്ന് ദീപക് മിശ്ര പറഞ്ഞു. ലൈംഗികത ഭയത്തോടെ ആവരുത്. ഒരാളുടെ സ്വകാര്യ ആവശ്യം പരിഗണിക്കപ്പെടേണ്ടതാണെന്നും ദീപക് മിശ്ര വ്യക്തമാക്കി. 4 വിധി പ്രസ്താവനകളാണ് ഇന്ന് കോടതി പുറപ്പെടുവിച്ചത്. രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ചരിത്രപരമായ വിധിയായിരുന്നു ഇത്. ലോകത്ത് 23 രാജ്യങ്ങളിൽ ഇതുവരെ സ്വവർഗരതി നിയമവിധേയമാക്കിയിട്ടുണ്ട്. മറ്റു പല രാജ്യങ്ങളും ഈ നിയമത്തിന്റെ പാത പിന്തുടരുന്നതിനുള്ള ഒരുക്കത്തിലാണ്. 377 വകുപ്പിന്റെ ഭരണഘടനാ സാധുത മാത്രമാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാവുമെന്ന പ്രതീക്ഷയിൽ കോടതിക്ക് മുന്നിൽ നിരവധി സാമൂഹ്യ പ്രവർത്തകരും LGBT സമൂഹവും സന്നദ്ധരായിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.